ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ഡ്രാമയിൽ ബ്ലോക്ക് 3 നാച്ചുറലിസം ആൻഡ് റിയലിസം എന്നുള്ള ആ ഒരു ഏരിയ ആണ്. സോ ഇതിൽ നമുക്ക് 3 ഏരിയാസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നാച്ചുറലിസം, റിയലിസം ദി കോൺസെപ്റ്റ്, ലൊറൈൻ ഹാൻസ്ബെറീസ് എ റേസ് ഇൻ ദി സൺ ആസ് എ റിയലിസ്റ്റ് പ്ലേ, ലോറൻസ് ഹാൻസ്ബെറീസ് എ റേസ് ഇൻ ദി സൺ ആസ് എ മാർക്സിസ്റ്റ് പ്ലേ. ഇത്രയും ഏരിയാസാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് റിയലിസം ആണ്. എന്താണ് റിയലിസം? റിയലിസത്തിനെ കുറിച്ച് ഞാൻ മുമ്പുള്ള ക്ലാസ്സിൽ ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് ബ്ലോക്കിലൊക്കെ റിയലിസത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആണ് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഈ ഡ്രാമകളിലൊക്കെ ഈ റിയലിസം എന്നുള്ളൊരു ടേം 19th സെഞ്ച്വറിയിൽ ഫ്രാൻസിലാണ് ഇത് കോയിൻ ചെയ്യുന്നത്. സോ ഇത് ഐഡിയലിസം ആൻഡ് റൊമാൻറ്റിസിസം എന്നുള്ള ആ ഒരു ടേമുമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് എതിരായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടേമാണിത്. സോ ഈ ഒരു റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സങ്കടങ്ങൾ, ഇമോഷൻസ്, ഹാപ്പിനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സാജറേറ്റ് ചെയ്യാതെ, കാരണം ഒരുപാട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുത്തി നിറയ്ക്കാതെ ആളുകൾക്ക് മുമ്പിൽ അതിപ്പം സങ്കടമാണെങ്കിലും അതുപോലെ സെക്ഷുവാലിറ്റി, ഇമോഷൻസ്, റിയൽ ലൈഫിൽ നടക്കുന്ന പല പല കാര്യങ്ങളും ട്രൂത്ത്ഫുള്ളായിട്ട് സത്യസന്ധമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുക എന്നുള്ള ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഡ്രാമകളിൽ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു റിയലിസം എന്നുള്ള. അതിപ്പോൾ ഏതൊരു ആർട്ട് ഏതൊരു കലാരൂപത്തിലാണെങ്കിലും റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ട് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ആളുകൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് മേജറായിട്ടും ഈ റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ റൊമാൻറ്റിസിസം എന്നുള്ള ആ ഒരു ടേം എന്ന് പറയുന്നത് അതിൽ കൂടുതലായിട്ടും റിയൽ ലൈഫിലുള്ള നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആളുകളുടെ മുമ്പിൽ കാണിക്കുന്നുള്ളൂ. റിയൽ ലൈഫിൽ നടക്കുന്ന ഹാപ്പിനെസ്, അതുപോലെ തന്നെ ഉയർച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റൊമാൻറ്റിസിസം അങ്ങനെയുള്ളതിൽ കാണിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സുകളൊക്കെയാണ് ഈ ഒരു റൊമാൻറ്റിസിസത്തിൽ ആ ഒരു ടേമിൽ വരുന്നത്. എന്നാൽ ഈ റിയലിസം എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ നടക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു റിയലിസത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ലൈഫിലുള്ള അപ്സും ഡൗൺസും, അതുപോലെ സെക്ഷുവാലിറ്റി, ഇമോഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഒരു ലൈഫിൻ്റെ നല്ല സൈഡ് മാത്രമല്ല മോശം സൈഡും ആളുകൾക്ക് മുമ്പിൽ ട്രൂത്ത്ഫുള്ളായിട്ട് എത്തിക്കണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിയലിസം ആണ്. സോ റിയലിസത്തെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിക്ഷണൽ റിയലിസം ആണ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഫിക്ഷൻ എഴുതുമ്പോൾ ഒരു ഫിക്ഷൻ എഴുതുന്ന സമയത്ത് എഴുതുന്ന ആ ഒരു എഴുത്തുകാരന് ആ ഒരു ഫിക്ഷനിൽ ഒരു റിയൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ട്രൂത്ത്ഫുള്ളായിട്ട് സത്യസന്ധമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയൊരു ഫിക്ഷൻ എഴുതുന്ന സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റിയലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ട്രൂത്ത്ഫുള്ളായിട്ട് ആ ഒരു റിയൽ ലൈഫാണ് അതിൻ്റെ ഒരു പ്രമേയം എങ്കിൽ അതിൽ കൂടുതലായിട്ടും റിയൽ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ട്രൂത്ത്ഫുൾ ആയിട്ടായിരിക്കും ഒരു റിയലിസ്റ്റിക് ഇമ്പാക്റ്റ് കൊടുത്തിട്ടായിരിക്കും ആ ഒരു എഴുത്തുകാരന് അങ്ങനെയുള്ള ഒരു ഫിക്ഷൻ എഴുതുന്നത്. സോ അത്തരത്തിലുള്ള ഫിക്ഷണൽ റൈറ്റേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് R.K. നാരായൺ. സോ R.K. നാരായണൻ്റെ അധിക ഫിക്ഷനിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധാരണ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫിക്ഷനിൽ എഴുതി ഫലിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് സോഷ്യൽ റിയലിസം ആണ്. സോ സോഷ്യൽ റിയലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോവർട്ടി, അതുപോലെ തന്നെ ഡിസീസ്, പാവപ്പെട്ട ആളുകൾക്കിടയിൽ നടക്കുന്ന ദാരിദ്ര്യം, അതുപോലെ തന്നെ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ക്ലാസ് ഇഷ്യൂസ്, കാസ്റ്റ് ഇഷ്യൂസ്, അങ്ങനെയുള്ള സാധാരണക്കാർക്കിടയിൽ നടക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഡിസ്ക്രിമിനേഷന്, മാർജിനലൈസേഷൻ, അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ ഒരു സോഷ്യൽ റിയലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ
തന്നെ മുൽക്ക് രാജ് ആനന്ദ് പോലെയുള്ള റൈറ്റേഴ്സിൻ്റെ വർക്കുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള എന്താണ് കാസ്റ്റ്, റിലീജിയസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇഷ്യൂകൾ, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഈ പാവപ്പെട്ട ആളുകളുടെ മാർജിനലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ, അങ്ങനെയുള്ള പല ടേംസും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോഷ്യലിസ്റ്റ് റിയലിസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സോഷ്യൽ റിയലിസമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യലിസ്റ്റ് റിയലിസമാണ്. ഇത് രണ്ടും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോവരുത്. സോ നമുക്ക് സോഷ്യലിസ്റ്റ് റിയലിസം നോക്കാം. സോ സോഷ്യലിസ്റ്റ് റിയലിസത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന എന്താണ് അവരുടെ ലൈഫിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളെ മറ്റുള്ള അപ്പർ ക്ലാസ് പീപ്പിൾസ് നിഷേധിക്കുമ്പോൾ അവർ നടത്തുന്ന സമരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. മേജറായിട്ടും ഈ എന്താണ് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, എന്താണ് തൊഴിലാളി വർഗത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സമരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു എന്താണ് സോഷ്യലിസ്റ്റ് റിയലിസത്തിൽ കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സയൻറ്റിഫിക് റിയലിസമാണ്. ഇതിൽ കൂടുതലായിട്ടും സയൻസുമായിട്ട്, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്, നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. സോ ആ ഓരോ മതങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് സയൻസിൻ്റെ ആ ഒരു വേ ഓഫ് ലെവലിൽ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതിലൊരു ലോജിക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല. സോ അതുപോലെ തന്നെ എന്താണ് വളരെയധികം ലോജിക്കായിട്ടുള്ള, എന്താണ് വിസിബിളും ആയിട്ടുള്ള, ഇൻവിസിബിൾ ആയിട്ടുള്ള, ലോജിക്കലി എക്സ്പെരിമെൻ്റലി അത് ഫാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് റിയലിസത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേമാണ് സയൻറ്റിഫിക് റിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് മാജിക് റിയലിസമാണ്. സോ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നടക്കുന്ന മാജിക്കലായിട്ടുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, മാജിക്കൽ റിയലിസം എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ റിയൽ ലൈഫ് ആണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ ചില സമയത്തൊക്കെ എന്താണ് ഒരു മാജിക്കലായിട്ട്, അപ്രതീക്ഷിതമായിട്ടൊരു എന്താണ് ഇത് മാജിക്കാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ നടക്കും. സോ അത്തരത്തിലുള്ള സംഭവങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു റിയലിസമാണ് മാജിക്കൽ റിയലിസം. എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള നെറേറ്റീവിൽ എന്താണ് മാജിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവരുന്ന ആ ഒരു രീതി. സോ ഈ ഒരു മാജിക്കൽ റിയലിസത്തിനെ ഫാബുലിസം എന്നും കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള എന്താണ് മാജിക്കൽ റിയലിസം ആ ഒരു രീതിയിലുള്ള റൈറ്റിങ്ങിൻ്റെ ഒക്കെ എക്സാമ്പിളാണ് സൽമാൻ റുഷ്ദിയുടെ റൈറ്റിങ്സ്, അതുപോലെ തന്നെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്, അങ്ങനെയുള്ള റൈറ്റേഴ്സിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊമാൻറ്റിക് റിയലിസമാണ്. ഫോർ എക്സാമ്പിൾ, എന്താണ് റിയൽ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ചില സന്തോഷങ്ങളും എന്താണ് സങ്കടങ്ങളും അതുപോലെ അപ്സും ഡൗൺസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് വേയിലൂടെയാണ് നമ്മുടെ റിയൽ ലൈഫ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ഒരു എന്താണ് വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, എപ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ലൈഫിൽ നടക്കാവൂ എന്നുള്ള ആ ഒരു ലെവലിലായിരിക്കും നമ്മുടെ താല്പര്യം. പക്ഷേ റിയൽ ലൈഫ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് ചേർന്നിട്ടുള്ളതായിരിക്കും. സോ അതാണ് റിയലിസവും അതുപോലെ തന്നെ റൊമാൻറ്റിസിസവും ബ്ലെൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള റൈറ്റിങ്സ് ആണ് റൊമാൻറ്റിക് റിയലിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സൈക്കോളജിക്കൽ റിയലിസം ആണ്. സോ സൈക്കോളജിക്കൽ റിയലിസത്തിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഹ്യൂമൻസിൻ്റെ, മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ മനസ്സിനെ കുറിച്ചിട്ടും മനസ്സിലുള്ള ചിന്തകളെ കുറിച്ചിട്ടും മനസ്സിനുണ്ടാവുന്ന രോഗങ്ങളെ കുറിച്ചിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അവരുടെ ചിന്തകളെ കുറിച്ചിട്ടൊക്കെ വളരെയധികം ആഴത്തിൽ വളരെയധികം ഡെപ്തിലേക്ക് പോയിട്ട് ആ ഒരു സൈക്കോളജിക്കൽ ടേംസിനെ കുറിച്ചിട്ടും ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് സൈക്കോളജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹെൻറി ജെയിംസ്, അതുപോലെ തന്നെ ആർതർ മില്ലർ എന്നിങ്ങനെയുള്ള റൈറ്റേഴ്സിൻ്റെ വർക്കുകളൊക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ റിയലിസം ആണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈഫിൻ്റെ ഡൗൺസ് ആണ്, അതുപോലെ തന്നെ പോവർട്ടി, അതുപോലെ തന്നെ ലൈഫിൻ്റെ ഇല്ലായ്മകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളെയൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള റൈറ്റിങ്സ് ആണ് ഈ ഒരു ടേമിൽ വരുന്നത്. സോ ഇത്രയാണ് റിയലിസത്തിൻ്റെ 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടേംസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറലിസം ആണ്. സോ എന്താണ് നാച്ചുറലിസം?
സോ ഈ നാച്ചുറലിസം എന്നുള്ള ഈ ഒരു ടേം 19th സെഞ്ച്വറിയുടെ അവസാനത്തിലും അതുപോലെ തന്നെ 20th സെഞ്ച്വറിയുടെ തുടക്കത്തിലും വന്നിട്ടുള്ള ഒരു ടേമാണ്. സോ ഇത് റിയലിസവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം ഉണ്ടെങ്കിലും കൂടെ എന്താണ് റിയലിസത്തെക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേമാണ് എന്ത് നാച്ചുറലിസം എന്ന് പറയുന്നത്. സോ നാച്ചുറലിസ്റ്റുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ലൈഫിനെ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള രൂപത്തിൽ, സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ റൈറ്റിങ്സുകളൊക്കെ എഴുതുന്ന അത്തരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള വേ ഓഫ് റൈറ്റിംഗ് ആണ് ഈ ഒരു നാച്ചുറലിസത്തിൽ കൂടുതലായിട്ടും നാച്ചുറലിസ്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. സോ നാച്ചുറലിസം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, പരിസ്ഥിതി, അതുപോലെ തന്നെ ഹെറിഡിറ്ററി, അങ്ങനെ മനുഷ്യൻ്റെ പല കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അവൻ്റെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളല്ല, മറിച്ച് ഹെറിഡിറ്ററി ആണ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ സൊസൈറ്റിയാണ്, നേച്ചറാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള വേ ഓഫ് തോട്ടാണ് നമുക്ക് ഈ ഒരു നാച്ചുറലിസ്റ്റ് ഐഡിയയിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഒരു മനുഷ്യൻ്റെ സ്വഭാവം, ബിഹേവിയർ ഫോം ചെയ്യുന്നതിൽ അവരുടെ ഹെറിഡിറ്ററി, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ്, സോഷ്യൽ, എക്കണോമിക് കണ്ടീഷൻസ്, ഇതൊക്കെ ഒരു ഭാഗമാണ് എന്നാണ് ഈ ഒരു നാച്ചുറലിസ്റ്റ് തോട്ട് പറയുന്നത്. സോ ചാൾസ് ഡാർവിൻ്റെ ബയോളജിക്കൽ ഡിറ്റർമിനിസം, അതുപോലെ തന്നെ കാൾ മാർക്സിൻ്റെ എക്കണോമിക് ഡിറ്റർമിനിസം, ഇതൊക്കെ ഈ ഒരു നാച്ചുറലിസ്റ്റ് ഐഡിയയുടെ ഭാഗമായിട്ടുള്ളതാണ്. സോ ഈ ഒരു റിയലിസം എന്നുള്ള ആ ഒരു ടേമിനെ കുറിച്ചിട്ട് പോൾ അലക്സാണ്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാച്ചുറലിസം എന്ന് പറയുന്നത് വെറും ഒരു അനലൈസിങ്, എക്സ്പ്ലോറിങ്, പിന്നെ അതുപോലെ തന്നെ നോട്ട് ജസ്റ്റ് എ റൈറ്റിംഗ് സ്റ്റൈൽ, ഇതൊരു റൈറ്റിംഗ് സ്റ്റൈൽ മാത്രമല്ല, ഇതൊരു വേ ഓഫ് തിങ്കിങ്ങും കൂടെയാണ് എന്നാണ് പോൾ അലക്സാണ്ടർ പറയുന്നത്. ഈ ഒരു നാച്ചുറലിസ്റ്റ് ടേമിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഫ്രഞ്ച് റൈറ്ററായിട്ടുള്ള എമിലി സോള ആണ്. സോ നാച്ചുറലിസത്തെ കുറിച്ചിട്ടുള്ള അവരുടെ മേജർ വർക്കാണ് ദി എക്സ്പെരിമെൻ്റൽ നോവൽ, അതുപോലെ തന്നെ നാച്ചുറലിസം ഇൻ ദി തിയേറ്റർ. ഈ രണ്ട് വർക്കുകളാണ് അവരുടെ വളരെയധികം നാച്ചുറലിസത്തെ കുറിച്ചിട്ടുള്ള അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ. സോ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കണം. അവർ റൈറ്റ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ട് വളരെയധികം വ്യക്തമായിട്ട് ഡീപ്പായിട്ട് പിന്നെ അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുകയും ചെയ്യണം എന്നാണ് ഈ ഒരു റൈറ്റർ പറയുന്നത്. മാത്രമല്ല ഈ ഒരു നാച്ചുറലിസത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെയധികം സയൻറ്റിഫിക്കലായിട്ടും ട്രൂത്ത്ഫുള്ളായിട്ടും എന്ത് ചെയ്യണം, പോർട്രേറ്റ് ചെയ്യണം. മാത്രമല്ല ലൈഫിൽ നടക്കുന്ന അഗ്ലി ആയിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിലും പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ട്രൂത്ത്ഫുള്ളായിട്ട് വേണം അവതരിപ്പിക്കാൻ എന്നാണ് ഈ ഒരു നാച്ചുറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. ദെൻ ഈ നാച്ചുറലിസം എന്ന് പറയുന്നത് റൊമാൻറ്റിസിസം, റിയലിസം ഒക്കെ വന്നതിന് ശേഷമാണ് നാച്ചുറലിസം എന്നുള്ള ആ ഒരു ടേം വന്നിട്ടുള്ളത്. എന്നാൽ നാച്ചുറലിസത്തിനെ ഫോളോ ചെയ്യുന്ന മറ്റൊരു ടേമാണ് സിംബോളിസം എന്നുള്ള ആ ഒരു ടേം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് M.H. എബ്രഹാമിൻ്റെ വ്യൂ ആണ്, നാച്ചുറലിസത്തെ കുറിച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇദ്ദേഹം പറയുന്നത് നാച്ചുറലിസം ഒരു മനുഷ്യനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഹൈ ഓർഡർ ആയിട്ടുള്ള ഒരു ആനിമൽ ആയിട്ടാണ് നാച്ചുറലിസം മനുഷ്യനെ കൺസിഡർ ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മനുഷ്യന് ഒരു സോൾ, ആത്മാവോ അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബന്ധമോ ഒന്നുമില്ലാത്ത ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ഹൈ ഓർഡറുള്ള ഒരു സാമൂഹിക ജീവിയായിട്ടാണ് നാച്ചുറലിസം മനുഷ്യനെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് M.H. എബ്രഹാമിൻ്റെ ഒരു സയൻറ്റിഫിക് വ്യൂ നാച്ചുറലിസ്റ്റ് വ്യൂ, ഹ്യൂമൻ ബീയിങ്സിനോടുള്ള ഒരു നാച്ചുറലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറലിസത്തിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഡിറ്റർമിനിസം ആണ്. സോ ഡിറ്റർമിനിസം എന്നുള്ള ഈ ഒരു ടേം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അവൻ്റെ ഹെറിഡിറ്ററിയും അതുപോലെ തന്നെ അവൻ്റെ നേച്ചറുമാണ് അതെന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ഡിറ്റർമിനിസം പറയുന്നത്. അതുപോലെ തന്നെ ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് ഈ ഒരു ഡിറ്റർമിനിസത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പെസിമിസം ആണ്.
സോ പെസിമിസം എന്ന് പറയുന്നത് എഴുത്തുകാരിൽ എന്താണ് ഒരു റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ടും എന്താണ് മനുഷ്യൻ്റെ ഡാർക്ക് സൈഡ് നല്ല ഒരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ അതിന് നല്ല സൈഡും മോശവശമുണ്ട് നല്ല വശമുണ്ട്. സോ ഇവിടെ എന്താണ് പെസിമിസത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഒരു മനുഷ്യൻ്റെ ഡാർക്ക് സൈഡുകളെയാണ്. ഫോർ എക്സാമ്പിൾ എന്താണ് വയലൻസ്, ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള എന്താണ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ എന്താണ് ഡാർക്കായിട്ടുള്ള സൈഡുകളാണ് കൂടുതലായിട്ടും ഈ ഒരു പെസിമിസത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് റിജക്ഷൻ ഓഫ് റൊമാൻറ്റിസിസം. സോ എന്താണ് റിജക്ഷൻ ഓഫ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്? റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു എന്താണ് കൂടുതലായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള നല്ല രൂപങ്ങൾ, നല്ല വശങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. എന്നാൽ നാച്ചുറലിസം എന്ന് പറയുന്നത് എന്താണോ നല്ലതോ ചീത്തതോ എന്തോ ആവട്ടെ അത് എന്താണ് എന്നുള്ളത് ട്രൂത്ത്ഫുള്ളായിട്ട് എന്താണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ജെന്യൂനായിട്ട് കാണിക്കുന്ന ഒരു രീതിയാണ് നാച്ചുറലിസം. സോ അതാണ് ദ റിജക്ഷൻ ഓഫ് റൊമാൻറ്റിസിസം എന്ന ടേമിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡാർവിനിസം ആണ്. സോ ഈ ഒരു ടേം എന്താണ് ബേസ് ചെയ്യുന്നത് എന്താണ് ഡാർവിൻസിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള ആ ഒരു വർക്കാണ്. അതിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് മനുഷ്യൻ്റെ ആവിർഭാവത്തെക്കുറിച്ചാണ്. കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ്റെ ആവിർഭാവം എന്നുള്ള ആ ഒരു ഐഡിയോളജിയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. സോ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള ആ ഒരു തിയറിയും ഒക്കെ എന്താണ് ഈ ഒരു ഡാർവിനിസം എന്നുള്ള ആ ഒരു ടേമിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൊറൈൻ ഹാൻസ്ബറി എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററിൻ്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് എ റൈസിൻ ഇൻ ദി സൺ എന്നുള്ള ഒരു വർക്ക്. അത് എന്താണ് കൂടുതലായിട്ടും മാർക്സിസ്റ്റ് ഐഡിയോളജി ആയിട്ടും അതുപോലെ തന്നെ റിയലിസമായിട്ടൊക്കെ വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. സോ ആ ഒരു വർക്കാണ് നെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് തന്നെ ഓതർ ആയിട്ടുള്ള ലൊറൈൻ ഹാൻസ്ബറിയുടെ ഒരു എന്താണ് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. സോ 1930 ചിക്കാഗോയിലാണ് ലൊറൻസ് ഹാൻസ്ബറി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൻസ് എന്ന് പറയുന്നത് കറുത്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു. എന്നാലും അവരെന്താണ് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ആയിരുന്നു. സോ അവർ കളർ അതുപോലെ തന്നെ അത്തരത്തിലുള്ള കളറ്, കാസ്റ്റ്, റീജിയൻ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ വളരെയധികം വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നയിച്ച ആളുകളായിരുന്നു. മാത്രമല്ല ലൊറൻസ് ഹാൻസ്ബറിയുടെ ഫാമിലി എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന ആ ഒരു ഏരിയയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇവർ എന്താണ് വൈറ്റ് പീപ്പിൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് മാറി. സോ ഇത്തരത്തിൽ വൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ആദ്യമായിട്ട് താമസം മാറിയ ഒരു ഫാമിലി ആയിരുന്നു ലൊറൻസ് ഹാൻസ്ബറിയുടെ ഫാമിലി എന്ന് പറയുന്നത്. സോ ഇതുമൂലം അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സെഗ്രിഗേഷൻസ് അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഇവർ വലിയ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെതിരായിട്ട് ലൊറൈൻ ഹാൻസ്ബറിയുടെ ഫാദർ എന്താണ് സുപ്രീം കോടതി വരെ ഈ ഒരു ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒഴിവാക്കണം എന്നുള്ള ആ ഒരു ഐഡിയ ആയിട്ട് മുൻപോട്ട് പോവുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 1946 ലൊറൈൻ ഹാൻസ്ബറിയുടെ ഫാദർ മരിക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിന് 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ഒരു വർഗ്ഗ വിവേചനമാണ് എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. സോ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങുകളിലൊക്കെ ഈ ഒരു രീതിയിലുള്ള വർഗ്ഗ വിവേചനങ്ങളും ഡിസ്ക്രിമിനേഷനും സെഗ്രിഗേഷൻസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൊറൈൻ ഹാൻസ്ബറിയുടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ റൈസിൻ ഇൻ ദി സൺ എന്നാണ് ആ ഒരു വർക്കിൻ്റെ നെയിം. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് അതിലുള്ള മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വാൾട്ടർ ലീ, ബെനീത്ത, ലെന, റൂത്ത് ട്രാവിസ്, ജോസഫ് അസാഗി, ജോർജ് മൊർഷിസോ, മിസ്റ്റർ ജോൺസൺ, കാൾ ലിൻഡർ, ബോബോ, വില്ലി എന്നിവരൊക്കെയാണ് ഇതിലെ മേജർ ക്യാരക്ടേഴ്സ്. സോ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്ലോട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ മെയിൻ റോൾസ് എന്താണെന്നും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ട് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് എന്താണ് ഇതിൻ്റെ ജസ്റ്റ് പ്ലോട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഈ ഒരു വർക്കിൻ്റെ മേജർ പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ്. സോ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാമിലിയിൽ നടക്കുന്ന എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും വളരെയധികം ട്രൂത്ത്ഫുള്ളായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ എന്താണ് ആ ഒരു ഫാമിലി
വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആ ഒരു ഫാമിലിയിൽ നടക്കുന്ന എന്താണ് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന പല വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ലൈഫിൽ നടക്കുന്ന അപ്സിനെ കുറിച്ചിട്ടും ഡൗൺസിനെ കുറിച്ചിട്ടുള്ള പല പല കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റൈറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലോറൻസ് ഹാൻസ്ബറിയുടെ റൈറ്റിങ്സിൽ ഇത്തരത്തിലുള്ള കറുത്ത വർഗ്ഗത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സ്ട്രഗിൾസും ഒക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം അദ്ദേഹം ആ ഒരു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ഇത്തരത്തിലുള്ള വർക്ക്സൊക്കെ എന്താണ് വർക്ക്സും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെയുള്ള ഒരു റൈറ്റിങ്സാണ് ഈ ഒരു വർക്ക് ദി എ റൈസിൻ ഇൻ ദി സൺ എന്നുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. സോ എ റൈസിൻ ഇൻ ദി സൺ എന്ന് പറയുന്നത് ഒരു വളരെയധികം ചെറിയ ഒരു 3 ആക്ട് പ്ലേ ആണ്. സോ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു 3 വീക്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഡ്രാമയിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ആക്റ്റിൽ ആദ്യത്തെ ആക്റ്റിൽ 2 സീനും രണ്ടാമത്തെ ആക്റ്റിൽ 3 സീനും മൂന്നാമത്തെ ആക്റ്റിൽ 1 സീനുമാണ് ഈ ഒരു ഡ്രാമയിൽ ഉള്ളത്. സോ ഈ ഒരു പ്ലേയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യങ്ങേഴ്സ് ഫാമിലി എന്നുള്ള ഒരു ബ്ലാക്ക് ഫാമിലിയാണ്. ഇവർ ചിക്കാഗോയിലെ സൗത്ത് സൈഡിലാണ് താമസിക്കുന്നത്. സോ ഇതിൽ എന്താണ് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് അവർക്ക് എന്താണ് $10,000 ഒരു ചെക്ക് ലഭിക്കാൻ പോവാണ്. എന്താണ് ഇൻഷുറൻസിൻ്റെ ഒരു ചെക്ക് ലഭിക്കാൻ പോവാണ് ആ ഒരു സമയത്ത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു എന്താണ് കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ഫാമിലിയാണ്. സോ അത്തരത്തിലുള്ള ഒരു ഫാമിലി നയിക്കുന്ന ആളുകൾ അമേരിക്കയിൽ ആ സമയത്ത് വലിയ രീതിയിലുള്ള എന്താണ് ഡിസ്ക്രിമിനേഷനൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു കറുത്ത വർഗ്ഗക്കാർക്കെതിരെ. സോ അതുകൊണ്ട് തന്നെ വളരെയധികം ഫിനാൻഷ്യലി ആയിട്ടും മറ്റെല്ലാ രീതിയിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണിത്. ആ സമയത്താണ് ഇവർക്കൊരു $10,000 ലഭിക്കുന്നത്, ഇൻഷുറൻസ് ലഭിക്കുന്നത്. സോ ഇവർക്ക് ഇങ്ങനെ ഒരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് ഈ ഒരു ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനും വളരെ എന്താണ് ഈ ഒരു എമൗണ്ട് കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. സോ ഈ ഒരു ഫാമിലിയുടെ ഒരു ഗൃഹനാഥ എന്ന് പറയുന്നത് മാമ എന്നുള്ള ഈ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു മാമ എന്താണ് ഈ ഒരു എമൗണ്ട് ലഭിക്കുകയാണെങ്കിൽ ഈ മാമയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മാമക്ക് നല്ലൊരു എന്താണ് ഒരു വീട് വാങ്ങണം എന്നുള്ളതാണ്. കാരണം അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് എന്ന് പറയുന്നത് വളരെയധികം എന്താണ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെയധികം ബുദ്ധിമുട്ടോടു കൂടിയുള്ള ഒരു പഴയൊരു വീട്ടിലാണ് അവർ കൊല്ലങ്ങളായിട്ട് താമസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാമ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന് നല്ലൊരു വീട് വാങ്ങണം എന്നാണ് മാമയുടെ ആഗ്രഹം. ഈ ഒരു കിട്ടുന്ന ഒരു എമൗണ്ട് കൊണ്ട് നല്ലൊരു രീതിയിലുള്ള വീട് വാങ്ങിയിട്ട് അവിടേക്ക് താമസം മാറണം എന്നാണ് മാമയുടെ ആഗ്രഹം. എന്നാൽ ഇവരുടെ മകനായിട്ടുള്ള വാൾട്ടറിന് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഈ ഒരു എമൗണ്ട് കൊണ്ട് എന്താണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എന്താണ് ഒരു ലിക്കർ ഷോപ്പിൽ ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ ഫാമിലിയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി കുറച്ചും കൂടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നാണ് വാൾട്ടർ എന്നുള്ള ഈ ഒരു മാമയുടെ സണ്ണായിട്ടുള്ള വാൾട്ടറിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ വാൾട്ടറിൻ്റെ വൈഫായിട്ടുള്ള റൂത്ത് മാമയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. റൂത്ത് എന്ന് പറയുന്ന ഒരു പാവം ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ലിക്കർ ഷോപ്പിലൊക്കെ ഈ ഒരു എമൗണ്ട് കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ വളരെ ഫിനാൻഷ്യലി നഷ്ടം ഉണ്ടാക്കേണ്ട, മാമ പറയുന്നത് തന്നെയാണ് നല്ലത്, അതുപോലെ ഒരു വീട് വാങ്ങിയാൽ മതി. കാരണം ഈ ഒരു ഇതിലൂടെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വീട് വാങ്ങുകയാണെങ്കിൽ അവൾക്കും അവരുടെ ഹസ്ബൻഡിനും നല്ല രീതിയിൽ അവിടെ താമസിക്കാൻ മാത്രമല്ല അവരുടെ മകനായിട്ടുള്ള ട്രവീസിന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും സ്പേസും ഒക്കെ ലഭിക്കുമല്ലോ എന്നുള്ളതാണ് അവരുടെ വേ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. എന്നാൽ മാമയുടെ മകളും അതുപോലെ തന്നെ വാൾട്ടറിൻ്റെ സിസ്റ്ററായിട്ടുള്ള ബെനീത്ത എന്ന് പറയുന്നത് അവൾക്ക് എന്താണ് അവൾ ഒരു ബ്ലാക്ക് ഐഡൻറ്റിറ്റിയിൽ വളരെയധികം പ്രൗഡായിട്ട് ഉള്ള ഒരു വുമണാണ്. സോ അവൾക്ക് ഇവൾക്ക് പുറത്തു പോയിട്ട് ഒരു കോളേജിൽ മെഡിസിന് പഠിക്കണം എന്നാണ് ഇവളുടെ ആഗ്രഹം. സോ അതുവഴി അവരുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും കൂടെ റേസ് ചെയ്യുക എന്നുള്ളതാണ് അവൾ വിചാരിക്കുന്നത്. സോ ഈ ഒരു സമയത്താണ് റൂത്ത് വീണ്ടും പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത്. സോ ഇവർ ബ്ലാക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ റൂത്ത് വിചാരിക്കുകയാണ് ഇനിയും ഒരു കുട്ടിയെ ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടി വേണ്ട, ഇത് അബോർട്ട് ചെയ്യുക എന്ന് റൂത്ത് ചിന്തിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻസിയുടെ കാര്യം അവൾ ആരുടെ മുമ്പിലും റിവീൽ ചെയ്യുന്നില്ല. സോ ആ ഒരു സമയത്ത് മാമ ഒരു വൈറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയിൽ വലിയൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാനായിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള വൈറ്റ് ഫാമിലി അവർ താമസിക്കുന്നിടത്തേക്കൊരു ബ്ലാക്ക് ഫാമിലി വരുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അവരെ വലിയ രീതിയിലൊരു ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയാണ്.
സോ അവർ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം അത്തരത്തിലുള്ളൊരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു നൈബർ തങ്ങൾക്ക് വേണ്ട എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റ് ആളുകൾ ഇവരുടെ റെസിഡൻസിലുള്ള ഒരു ഹെഡായിട്ടുള്ള ഒരു കാൾ ലിൻഡർ എന്നുള്ള ഒരു വ്യക്തിനെ ഇവരുടെ വീട്ടിലേക്ക്, ഒരു ബ്ലാക്ക് ഫാമിലിയുടെ വീട്ടിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആ ഒരു ഏരിയയിൽ ആ ഒരു വൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് വൈറ്റ് പീപ്പിളാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഏരിയയിൽ വീട് വാങ്ങുന്നത് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ ഈ ഒരു ഡീലിനോട് യങ്ങർ ഫാമിലിക്ക് അവർ തീരെ അതിനോട് എഗ്രി ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ ലിൻഡറിനെ അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ച് പറഞ്ഞേക്കാണ്. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ഫിനാൻഷ്യലി വളരെയധികം, യങ്ങർ ഫാമിലി വളരെയധികം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം മാമ ആ ഒരു അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരിച്ച് കിട്ടിയിട്ടില്ല. മാത്രമല്ല വാൾട്ടർ $6500 അവൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു ലിക്കർ ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വില്ലി ഹാരി എന്നാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ നെയിം എന്ന് പറയുന്നത്. സോ വില്ലി ഹാരി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എമൗണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കടന്ന് കളഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു എമൗണ്ടും അവർക്ക് ലോസാണ്. സോ ഇത്രത്തോളം ലോസിൽ നിൽക്കുന്ന സമയത്തും അവർക്ക് ആ വൈറ്റ് ആളുകൾ കൊടുക്കുന്ന ഓഫർ അവർക്കത് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവരെ തിരിച്ചയക്കുകയാണ്. കാരണം അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, അവർക്കൊരു വീട് വാങ്ങണം, അതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് മാറണം എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസും അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ബിനീത എന്നുള്ള ഈ ഒരു മാമയുടെ ഡോക്ടറും വാൾട്ടറിൻ്റെ സിസ്റ്ററുമായിട്ടുള്ള ഈ ഒരു ലേഡി എന്ന് പറയുന്നത് അവരുടെ ട്യൂട്ടറായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലാവുകയും പിന്നീട് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവന് ഈ ഒരു അമേരിക്കയിൽ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ഈ ഒരു റേസിസത്തിനെ കുറിച്ചും ഈ കാസ്റ്റ് ഇഷ്യൂസിനെ കുറിച്ചിട്ടൊന്നും അവൻ തീരെ ബോധേഡല്ല എന്നുള്ള ആ ഒരു റീസൺ കൊണ്ട് അവനെ റിജക്റ്റ് ചെയ്യാണ്. ആ സമയത്ത് തന്നെ ഒരു ബ്ലാക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ബെനീതക്ക് ഒരു ആലോചന വരികയും, കാരണം അവന് അവർക്ക് മെഡിസിനെ ജോയിൻ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും അവൻ വളരെയധികം സപ്പോർട്ടായിരുന്നു. സോ ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാം. എന്നാൽ ഇതിൻ്റെ ഈ ഒരു പ്ലേയിൽ കൂടുതലായിട്ടും ബിനീതയെ കുറിച്ചിട്ടും ബിനീതയുടെ ഈ ഒരു ലവ് അഫെയറിനെ കുറിച്ചിട്ടും മാരേജിനെ കുറിച്ചിട്ടൊന്നും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു പ്ലേയുടെ എൻഡ് എന്ന് പറയുന്നത് ഇവർ ഈ ഒരു യങ്ങർ ഫാമിലി അവർ തീരുമാനിച്ചതുപോലെ തന്നെ ഈ വൈറ്റ് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുകയും ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ട് അവരവിടെ ജീവിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡേഞ്ചറസ് ആണ്. കാരണം വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഫാമിലി അവിടെ താമസിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിലൂടെ എന്നാൽ അവർക്ക് സോ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും യങ്ങർ ഫാമിലി അവർക്ക് യാതൊരു തരത്തിലുള്ള കൺസേണും ഇല്ല. അവർ വളരെയധികം സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവരിനി എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു പ്രശ്നത്തിന് തരണം ചെയ്യാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദെൻ നമുക്ക് ഇതിൻ്റെ ഹെഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എ റൈസിൻ ഇൻ ദി സൺ അല്ലേ. റൈസിൻ എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരി. സോ ഈ ഉണക്കമുന്തിരി സൂര്യൻ്റെ ചുവട്ടിൽ കിടന്നാൽ എന്താ ഉണ്ടാവുക, കൂടുതലായിട്ട് ടേസ്റ്റിയും സ്ട്രോങ്ങും ആവുകയാണ് ചെയ്യുക അല്ലേ. സോ ഈ ഒരു എ റൈസിൻ ഇൻ ദ സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹാലം എന്നുള്ളൊരു വർക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ്റെ ചുവട്ടിൽ ഈ മുന്തിരി കിടന്ന് ഉണങ്ങുന്ന സമയത്താണ് ഇത് വളരെയധികം ടേസ്റ്റിയും സ്ട്രോങ്ങും ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റ് പീപ്പിളിൻ്റെ വളരെയധികം സൂര്യൻ്റെ ചൂട് എന്ന് പറയുന്നത് വളരെയധികം തീക്ഷ്ണമായിട്ടുള്ളൊരു ചൂടാണ്. സോ അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ആളുകളുടെ ഇത്തരത്തിലുള്ള വളരെയധികം തീക്ഷ്ണമായിട്ടുള്ള രീതിയിലുള്ള ബ്രൂട്ടൽ മെൻറ്റാലിറ്റിക്കും മാറ്റി നിർത്തലിനും അങ്ങനെയുള്ള ഇഷ്യൂസിൽ നിന്നൊക്കെ ഈ ബ്ലാക്ക് പീപ്പിൾ വളരെയധികം സ്ട്രോങ്ങും ഡിറ്റർമിനേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷനോട് കൂടി അവരുടെ ഒരു ഡ്രീം നേടിയെടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു
ഹെഡിങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സോ മാത്രമല്ല ഈ ഒരു പ്ലേയിൽ നമുക്ക് മാമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു ചെടി വളർത്തുന്നത് കാണാം. സോ ആ ഒരു ചെടി എന്ന് പറയുന്നത് ഒരു ഇരുടുള്ള ഒരു വെയിലധികം ലഭിക്കാത്തൊരു ഏരിയയിലാണ് ഈ ചെടി വളർത്തുന്നത്. എന്നാൽ ആ ഒരു ചെടി വളർന്ന് വരണം, ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൂര്യൻ്റെ വെളിച്ചം വേണം. അപ്പം ആ ഒരു സൂര്യൻ്റെ വെളിച്ചം ഇല്ലാഞ്ഞിട്ടും മാമ എന്നുള്ളൊരു ക്യാരക്ടർ ആ ഒരു ചെടീനെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. സോ അതും ഇവരുടെ ഈ ഒരു ദുരിതപൂർണമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിലും അതിനൊക്കെ മറികടന്നിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അതും ഇതിൻ്റെ ഒരു ഘടകമാണ്. മാത്രമല്ല അതുപോലെ തന്നെ ബെനീത്ത എന്നുള്ളൊരു ക്യാരക്ടർ കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് വെസ്റ്റേൺ രീതിയിലുള്ള വസ്ത്രധാരണ ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാം. പിന്നീട് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മാറിയിട്ട് അതുപോലെ തന്നെ അവളുടെ ഹെയർ കേളി ഹെയർ, ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും കേളി ഹെയർ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ബിനീത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ കേളി ഹെയർ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെയിറ്റിങ് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് അവളുടെ ഒറിജിനൽ ആയിട്ടുള്ള കേളി ഹെയറിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. സോ ഈ ഒരു സിംബോളിസം എന്ന് പറയുന്നത് അവൾ വീണ്ടും അവളുടെ ബ്ലാക്ക് എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റിനെ കൂടുതലായിട്ടും സ്നേഹിക്കുകയും അതാണ് തങ്ങൾക്ക് ഏറ്റവും പവർഫുൾ, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളും ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള ആ ഒരു ചിന്താഗതി അവളിലേക്ക് വരുന്നു. അതും ഈ ഒരു ഹെഡിങ്ങുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. സോ ഈ ഒരു പ്ലേയുടെ തീംസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ്, പ്രൈഡ്, ഫാമിലി ഡൈനാമിക്സ്, അതുപോലെ തന്നെ റേസിസം ആൻഡ് സെഗ്രിഗേഷൻ എന്നിവയൊക്കെയാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഈ ഒരു പ്ലേ നമുക്കൊരു റിയലിസ്റ്റ് പ്ലേ ആണ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലായിട്ടും എൻ്റർടൈൻമെൻറ്റ്സ്, അതുപോലെ തന്നെ കോമിക് എലമെൻറ്റ്സ്, എക്സാജറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ആ ഒരു യങ്ങർ ഫാമിലിയിൽ നടക്കുന്ന എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും വളരെയധികം ട്രൂത്ത്ഫുൾ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവർ സ്ട്രഗിൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ്, അതുപോലെ തന്നെ അവരോടുള്ള സെഗ്രിഗേഷൻസ്, മാർജിനലൈസേഷൻസ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കിവിടെ വളരെയധികം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ട്രൂത്ത്ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതൊരു റിയലിസ്റ്റിക് പ്ലേ ആണെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്സിസത്തെക്കുറിച്ചാണ്. സോ എന്താണ് മാർക്സിസം? സോ മാർക്സിസം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലുള്ള സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് കാര്യങ്ങൾ ഒരു അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാർക്സിസം എന്ന് പറയുന്നത്. സോ ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ നടക്കുന്ന സോഷ്യൽ കാസ്റ്റ്, റിലീജിയസ്, എക്കണോമിക് അതുപോലെയുള്ള കാര്യങ്ങൾ, അതിൽ നടക്കുന്ന പ്രോബ്ലംസ്, പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എന്നുള്ള രീതിയിലുള്ള സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വളരെയധികം അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് മാർക്സിസം എന്ന് പറയുന്നത്. സോ ഈ ഒരു മാർക്സിസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള തലമുറയ്ക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. സോ ഇത് 19th സെഞ്ച്വറിയിൽ കാൾ മാർക്സ്, ഫ്രെഡറിക് എൻഗൽസ് എന്നിങ്ങനെയുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആളുകൾ ചേർന്ന് 19th സെഞ്ച്വറിയിലാണ് ഈ ഒരു ടേം ഡെവലപ്പ് ചെയ്തത്. സോ ഈ ഒരു ടേമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക. ഒരു തരത്തിലുള്ള മതപരമായിട്ടും അതുപോലെ തന്നെ വംശം, മതം, അതുപോലെ തന്നെ വർഗം എന്നിങ്ങനെയുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത എല്ലാവരും ഒരുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു മാർക്സിസം എന്ന് പറയുന്നത് മുൻപോട്ട് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓണർഷിപ്പ്, ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ഓണർഷിപ്പ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, ഇതെല്ലാ കാര്യങ്ങളും ഇതിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഇതിന് ആളുകൾ തമ്മിൽ ഈ ഒരു കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള കാറ്റഗറൈസേഷനും ചെറുപ്പങ്ങളും ഇല്ലാതെ എല്ലാ ആളുകൾക്കും ഒരുപോലെ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എന്തും ലഭിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു മാർക്സിസ്റ്റ് എന്നുള്ള ഈ ഒരു ടേം മുമ്പോട്ട് വെക്കുന്നത്. സോ ഈ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി കൂടുതലായിട്ടും ട്രസ്റ്റ് ചെയ്യുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റുകളെയാണ് കൂടുതലായിട്ടും ഈ ഒരു
ടേം എന്താണ് പിന്നെ വിശ്വസിക്കുന്നത് കൂടുതലായിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള എന്താണ് ലോജിക്കലായിട്ടുള്ള അഥവാ എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഫാക്റ്റുകളെയാണ് മാർക്സിസം എന്നുള്ള ഈ ഒരു ടേം വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ഒരു സ്പിരിച്വാലിറ്റി അതുപോലെ തന്നെ മതം ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് ഈ ഒരു മാർക്സിസം എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് യോജിക്കുന്നില്ല. സോ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു സൊസൈറ്റി, ഈ ഒരു പ്രകൃതി, ഇതൊക്കെയാണ് ഒരു മനുഷ്യന് എല്ലാമെന്നും, എന്നാൽ ഈ ഒരു മതം, ചിന്തകൾ, സ്പിരിച്വാലിറ്റി ഇതൊന്നും ആരെയും ഒന്നും ആക്കുന്നില്ല എന്നുള്ളൊരു രീതിയുമാണ് ഈ ഒരു ടേമിൽ കൂടുതലായിട്ടും പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ദൈവം, മതം, സ്പിരിച്വാലിറ്റി എന്നിങ്ങനെയുള്ള ഒരു ടേമും കാര്യങ്ങളൊന്നും ഈ ഒരു മാർക്സിസം എന്നുള്ളൊരു ഐഡിയോളജി വിശ്വസിക്കുന്നില്ല. എന്നാൽ മറ്റുള്ള ഐഡിയോളജികളിൽ നിന്നൊക്കെ ഈ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആകുന്നത് എന്ന് വെച്ചാൽ, മറ്റുള്ള ഐഡിയോളജികൾ ലോകം എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ലോകത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയിലാണ് കാണുന്നത്. സോ അതുകൊണ്ടാണ് മറ്റുള്ള ഐഡിയോളജികളിൽ നിന്നൊക്കെ മാർക്സിസം എന്നുള്ള ആ ഒരു ഐഡിയോളജി വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൊറൈൻ ഹാൻസ്ബെറിയുടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള റേസിൻ ഇൻ ദി സൺ എന്നുള്ള ആ ഒരു വർക്ക്, ഒരു മാർക്സിസ്റ്റ് ആ ഒരു വർക്കിൽ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജികൾ വരുന്ന ആ ഒരു ടേംസും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റേഷ്യൽ ഇഷ്യൂസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. സോ ഈ ഒരു പ്ലേയിൽ നമുക്ക് റേഷ്യൽ ഇഷ്യൂസ്, ക്ലാസ് സ്ട്രഗിൾ, അതുപോലെ തന്നെ അമേരിക്കൻ ഡ്രീം വേഴ്സസ് റിയാലിറ്റി, സോഷ്യൽ ക്ലാസ് ഡിവിഷൻ, അങ്ങനെയുള്ള ഒരുപാട് ടേംസ് കാണാൻ സാധിക്കുന്നു. കാരണം ആ ഒരു സമയത്ത് മാമ ആ ഒരു ക്യാരക്ടറിന് അവർക്കൊരു വീട് എന്നുള്ളൊരു ചെറിയ സ്വപ്നം പോലും ഈ ഒരു വൈറ്റ് പീപ്പിളിൻ്റെ അടുത്ത് സാധ്യമല്ല എന്നുള്ള ആ ഒരു സമയം. മാത്രമല്ല ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. മാത്രമല്ല അത്തരത്തിലുള്ളൊരു വൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ഈ ഒരു ബ്ലാക്ക് യങ്ങർ ഫാമിലി ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് വരിക എന്ന് പറയുന്ന സമയം അവരൊരു ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർ ആ ബ്ലാക്ക് ആയിട്ടുള്ള യങ്ങർ ഫാമിലി അവരുടെ നൈബറായിട്ട് വരുന്നത് അവർക്ക് താല്പര്യമില്ല എന്ന് പറയുകയും, മാത്രമല്ല ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഒരു വ്യക്തിയെ അങ്ങോട്ട് അയക്കുകയും അത് ആ ഒരു അവരുടെ പ്ലാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നടന്നൊരു റേസിസത്തിനെ വളരെയധികം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഫാമിലിയുടെ സ്ട്രഗിളിങ്, പോവേർട്ടി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു സമയത്താണ് ഈ ഒരു മാർക്സിസം എന്നുള്ള ഈ ഒരു ഐഡിയോളജിയുടെ ഒരു പ്രസക്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ്, കാസ്റ്റ്, റേസ് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇത്തരം മാർജിനലൈസേഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ എതിരായിട്ടാണ് ഈ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വംശീയതകളെയൊക്കെ വളരെയധികം തുറന്നു കാട്ടുന്ന ഒരു പ്ലേ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ ഇമ്പോർട്ടൻസ് വളരെയധികം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്രയും ഏരിയാസാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, കൂടുതൽ എക്സ്റ്റേണൽ ലിങ്കുകളൊക്കെ സെർച്ച് ചെയ്തിട്ട് റീഡ് ചെയ്യുക. ഓക്കെ.